ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 91 സങ്കീർത്തനം 3 വാക്യം ആദ്യം നമുക്ക് വായിക്കാം. 91 സങ്കീർത്തനം 3 വാക്യം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. 124 സങ്കീർത്തനം 7 വാക്യം. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. നായാട്ടുകാരൻ അല്ലെങ്കിൽ വേട്ടക്കാരൻ കെണി ഒരുക്കി വയ്ക്കുന്നു. പക്ഷിയെ അല്ലെങ്കിൽ മുയലിനെ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ജീവിയെ പിടിക്കുന്നതിന് കെണി ഒരുക്കി വയ്ക്കുന്നു. നാം ഈ അടുത്ത നാളുകളിൽ പത്രത്തിലൊക്കെ വായിച്ചു, ചില സ്ഥലങ്ങളിൽ പുലി ഇറങ്ങിയെന്ന്. പുലിയെ കെണിയിൽ വീഴിക്കുവാനായി കെണി ഒരുക്കി വെച്ചു. പുലി മനുഷ്യനെയും ആടുകളെയും മറ്റുമെല്ലാം ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് കൊണ്ട് പുലിയുടെ ആക്രമണത്തിൽ രക്ഷപ്പെടുവാൻ പുലിയെ പിടികൂടി കാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവിടാൻ അതിനുവേണ്ടി മനുഷ്യർ കെണി ഒരുക്കി വെച്ചു. കെണി ഒരുക്കുന്നത് അത് അപകടമാണ് എന്ന് അറിയാതെ ആ പുലി അല്ലെങ്കിൽ വേട്ടക്കാരൻ കെണി ഒരുക്കി വയ്ക്കുന്നതായ പക്ഷിയാകട്ടെ മൃഗമാകട്ടെ എന്തുമാകട്ടെ അപകടമാണ് എന്നറിയാതെ ചെന്ന് വീഴുകയാണ്. അത് അപകടത്തിൽപ്പെടുന്നതെന്നറിയാതെ നിന്ന് വീഴുകയാണ്. അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ രക്ഷയില്ല, പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടുകയില്ല. പിന്നെ അത് പിടികൂടുന്നവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അതിൻ്റെ ഭാവിയായിത്തീരും. നമുക്കറിയാം ഈ കാര്യം. തിരുവചനം പറയുന്നു, മനുഷ്യനെ വേട്ടയാടുവാൻ, മനുഷ്യനെ നശിപ്പിക്കുവാൻ, മനുഷ്യൻ്റെ ഭാവി ശൂന്യമാക്കുവാൻ വേട്ടക്കാരൻ പക്ഷിക്ക് കണിവെക്കുന്നത് പോലെ ദുഷ്ടനായ പൈശാചിയും കണിവെക്കുന്നു എന്ന്. കണി അല്ലെങ്കിൽ കെണി എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ സ്നേയർ എന്ന് പറയും. സ്നേയർ, SNARE, സ്നേയർ. വേട്ടക്കാരൻ്റെ കെണി എന്നതുപോലെ മനുഷ്യനെ റാഞ്ചിക്കൊണ്ടുപോകാൻ പിശാച് കണി വയ്ക്കുന്നു. കെണി പാപമാണ്. പാപത്തിൻ്റെ കെണി വെച്ച് പാപത്തിൽ മനുഷ്യനെ വീഴിച്ച് തിന്മയിൽ മനുഷ്യനെ കുടുക്കി അവൻ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അവനെ കുരുക്കിലാക്കി മനുഷ്യൻ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. അപകടമാണ് എന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ കെണിയിൽ വീഴുകയില്ലായിരുന്നു, ഒഴിവാക്കി പോകാമായിരുന്നു. അപകടമാണ്, ഇതെനിക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത വിധത്തിൽ നാശം വരികയാണ് എന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ പിശാചിൻ്റെ വലയിൽ കുടുങ്ങുകയില്ലായിരുന്നു. പക്ഷേ അപകടം എന്നുള്ളത് പുറമേ കാണിക്കാത്ത വിധത്തിൽ അത് മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യന് അപകടം വരുമെന്നുള്ളതായ കാര്യം മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മനുഷ്യനെ കെണിയിലാക്കുന്നു. എന്നും നമ്മെ നശിപ്പിക്കുവാനും നമ്മെ കെണിയിലാക്കുവാനും ശ്രമിക്കുന്ന പിശാചുണ്ട്. എക്കാലത്തും മനുഷ്യജാതിയെ നശിപ്പിക്കുവാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ഓരോ തരത്തിലായിരിക്കുമെന്ന് മാത്രം. തിരുവചനം പറയുന്നു, നമുക്കുള്ള ശത്രു, നമുക്ക് വേണ്ടി കെണിവയ്ക്കുന്ന പിശാച്, അവന് പല യുദ്ധതന്ത്രങ്ങളുണ്ട്. സ്ട്രാറ്റജീസ് ഓഫ് വാർ, യുദ്ധതന്ത്രങ്ങൾ. ഓരോരുത്തരെ എങ്ങനെ സമീപിച്ചാലാണ് കെണിയിൽ വീഴിക്കുക എന്നുള്ളത് പിശാചിനറിയാം. ഒരാളെ വീഴിക്കാൻ കെണിവയ്ക്കുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാളെ കെണി വയ്ക്കുന്നത്. ഓരോരുത്തരുടെയും ബലഹീനവശം എന്താണെന്ന് പിശാചിനറിയാം. ഓരോരുത്തരുടെയും വീക്ക് പോയിൻ്റ് എന്താണെന്ന് പിശാചിനറിയാം. ബലഹീന വശം എന്തായെന്നറിഞ്ഞ് അവിടെ തന്നെ മനുഷ്യനെ പിടികൂടി കുരുക്കിലാക്കാനും പിശാച് പരിശ്രമിക്കുന്നു. ഇന്നത്തെ ആധുനിക ലോകത്തിൽ അനേകരും പിശാച് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. ദൈവമുണ്ടെന്ന് പോലും അംഗീകരിക്കുന്നില്ലല്ലോ പലരും. ദൈവമുണ്ട്, പിശാചുമുണ്ട്. ക്രിസ്തുവുണ്ട്, എതിർ ക്രിസ്തുവുണ്ട്, ആൻറ്റി ക്രൈസ്റ്റ്. ക്രിസ്തുവുണ്ട്, എതിർ ക്രിസ്തുവുണ്ട്. നന്മയുണ്ട്, തിന്മയുണ്ട്. അനുഗ്രഹമുണ്ട്, ശാപമുണ്ട്.
മനുഷ്യനെ നശിപ്പിക്കുന്ന പിശാച്, അങ്ങ് ആദിമകാലം മുതലേ മനുഷ്യനെ വേട്ടയാടുന്ന പിശാച്, അവൻ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് തന്ത്രപൂർവം ആദിമ മനുഷ്യനെ വഞ്ചിച്ചു. കൗശലമാണ് മനുഷ്യനെ വീഴിക്കുവാനുള്ള പിശാചിൻ്റെ കെണി. വളരെ ഉപായത്തിൽ അവൻ ഏദൻ തോട്ടത്തിൻ്റെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് കടന്നു ചെന്നു. അതുവരെയും ഏദൻ തോട്ടത്തിൽ നിന്ന് സമൃദ്ധിയായിരുന്നു, സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആദാമും ഹവ്വായും ദൈവത്തോടുകൂടെ നടക്കുന്ന കാലം, ആദിമ മനുഷ്യൻ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുന്ന കാലം. മാലാഖമാർ പോലും അതിശയം കൂറിയെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ഇറയന്മാർ ആശ്ചര്യം കൂറിയെന്ന്. മണ്ണിൻ്റെ ഉയർച്ചയിൽ ഈറേ മാലാഖമാർ ആശ്ചര്യം കൂറി. മൺമയനായ മനുഷ്യൻ്റെ അഭിവൃദ്ധിയിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലും മാലാഖമാർ പോലും അതിശയിക്കുകയും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ സഹിത്വത്തിൽ മനുഷ്യൻ സന്തോഷിക്കുന്നത് കണ്ട്. ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടെങ്കിൽ മനുഷ്യൻ എന്നും സന്തോഷമായിരിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നമുക്കെന്നും സമാധാനമായിരിക്കും. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യൻ തള്ളപ്പെടുന്നതിന് തന്ത്രപൂർവ്വം പിശാച് പരിശ്രമിച്ചു. അങ്ങനെയാണ് ഏദൻ തോട്ടത്തിലെ മനുഷ്യൻ്റെ വീഴ്ച. ഇന്നും ദുഷ്ടപിശാച് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. തിരുവചനം പറയും, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന്. നമുക്ക് യുദ്ധമുള്ളത് ശരീരവും രക്തവുമുള്ള മനുഷ്യരോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും. പൈശാചിക ശക്തിക്ക് ചില അധികാരങ്ങളുണ്ട്, അവർക്ക് ചില വാഴ്ചകളുണ്ട്. ഓരോ ദേശത്തിൻ്റെ മേലും വാഴുവാനുള്ള അധികാരമുള്ള പൈശാചിക ശക്തിയുണ്ട്. ഓരോ ഭവനത്തിൻ്റെ മേലും വാഴുവാനുള്ള അധികാരമുള്ള ദുഷ്ടപിശാചുക്കളുണ്ട്. ഭൂതാത്മാക്കൾ, പ്രേതാത്മാക്കൾ, പൈശാചിക ശക്തി, ഈവിൾ സ്പിരിറ്റ്സ്, ദുരാത്മാക്കൾ. ടെറിട്ടോറിയൽ കമാൻഡേഴ്സ് ഉണ്ട് പിശാചിന്. എന്ന് പറഞ്ഞാൽ പ്രാദേശികമായും ദേശീയമായുമുള്ള പൈശാചിക സൈന്യ അധിപതിന്മാരുണ്ട്. നമുക്ക് വായിക്കാം, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് തുടങ്ങുന്ന വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ആഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, ഇരുളിൻ്റെ ലോകത്തിൻ്റെ അധിപതികൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ദുഷ്ടാത്മസേന, അയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും, അതുകൊണ്ട് യുദ്ധം വരുമ്പോൾ, ദുർദിവസത്തിൽ, നിങ്ങൾക്ക് പ്രയാസം വരുന്ന സമയങ്ങളിൽ, ദുർദിവസത്തിൽ, പോരാട്ടത്തിൻ്റെ നാളുകളിൽ എതിർപ്പാനും, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്, എല്ലാം കഴിഞ്ഞിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ദിവസത്തിൽ എതിർക്കണം, യുദ്ധം കഴിഞ്ഞ് ഉറച്ചു നിൽക്കണം. യുദ്ധം കഴിഞ്ഞ് പട്ടുകിടക്കുകയല്ല, വീണ് കിടക്കുകയല്ല, മരിച്ചു പോവുകയല്ല വേണ്ടത്, തോറ്റുകിടക്കുകയല്ല വേണ്ടത്. യുദ്ധം കഴിഞ്ഞ് ജയത്തോടെ നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ആയുധധാരികളായിട്ട് നിൽക്കണം. എപ്പോഴും യുദ്ധത്തിന് സജ്ജരായി, യുദ്ധത്തിന് തയ്യാറെടുപ്പുള്ളവരായി നിൽക്കണം. ഭീകരമായ യുദ്ധം നടക്കുകയാണ്, ഭയങ്കരമായ യുദ്ധം, വിശ്വാസിയും ദുരാത്മാക്കളും തമ്മിലുള്ള യുദ്ധം, മനുഷ്യനെ പാവത്തിൽ വീഴിക്കുവാനുള്ള കെണിയൊരുക്കുന്ന പിശാചിൻ്റെ തന്ത്രം, അത് നമ്മിൽ ഫലപ്പെടാതിരിക്കാൻ നാം ജാഗരൂകരായിരിക്കേണ്ടതാണ്, നാം കരുതലോടിരിക്കേണ്ടതാണ്, നാം എപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ്. തിരുവചനം പറയും, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അവസാന ഭാഗത്ത് പറയും, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. കെണിയൊരുക്കം പിശാച്, പക്ഷേ പിശാചിനെ നമ്മെ തൊടാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നു. എനിക്ക് അപകടമുണ്ട്, എന്നെ വീഴിക്കാൻ പിശാച് കാത്തു നിൽക്കുന്നുണ്ട്, എന്നെ കെണിയിലാക്കാൻ പിശാച് നോക്കി നിൽക്കുന്നുണ്ട്, എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് വല ഒരുക്കിയിട്ടുണ്ട്, അവൻ എന്നെ വലയിൽ കുരുക്കി എന്നെ കൊല്ലുവാൻ, എന്നെ നശിപ്പിക്കുവാൻ, നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അവൻ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബോധ്യത്തോടുകൂടി മനുഷ്യൻ എപ്പോഴും ജാഗ്രതയോടിരിക്കും. ഒരു ചെറിയ കോപം വരാൻ തുടങ്ങുമ്പോൾ നാം ജാഗ്രതയുള്ളവരായിരിക്കും. പാടില്ലല്ലോ, എന്നെ നശിപ്പിക്കാൻ പിശാച് വരുന്നല്ലോ. ഒരു ഈർഷ്യയോ മുഷിച്ചലോ അല്ല, പകയോ വിദ്വേഷമോ പരിഭവമോ പരാതിയോ ഉള്ളത്തിൽ മുട്ടിടാൻ തുടങ്ങുമ്പോഴേക്കും
അത് മുളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ജാഗരൂകരായിരിക്കും. ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. പാടില്ലല്ലോ, ഇതെനിക്ക് അപകടമാണല്ലോ, പിശാച് എന്നെ കെണിയിൽ വീഴിക്കാൻ വരുന്നല്ലോ, അവൻ കെണി ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ കോപത്തിൻ്റെ കെണിയിൽ, ഈ വൈരാഗ്യത്തിൻ്റെ കെണിയിൽ, ഈ അസൂയയുടെ കെണിയിൽ, ഈ അശുദ്ധിയുടെ കെണിയിൽ പിശാചിനെ വീഴിക്കാൻ അവൻ വല വിരിച്ചിരിക്കുന്നല്ലോ. കർത്താവെ രക്ഷിക്കണമേ. ഉടനെ നാം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, അവിടെ പിശാചുക്കൾക്ക് ടെറിട്ടോറിയൽ കമാൻഡേഴ്സ് ഉണ്ട് എന്ന്. കെണിയൊരുക്കുന്ന പിശാചുക്കൾ പ്രാദേശികമായ സൈന്യ തലവന്മാരുണ്ട് എന്ന്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഉപവാസത്തോടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്ന സമയത്ത് പ്രവാചകൻ പ്രത്യേകിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രവാചകൻ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചത് ജനത്തിന് വേണ്ടിയാണ്. അന്ന് ദൈവജനം ബാബിലോണിയായിൽ അടിമത്തത്തിലാണ്. അടിമത്തത്തിൽ ആണ്ടുപോയ ജനത്തിന് എന്നാണ് ദൈവമേ ഒരു വിടുതൽ ലഭിക്കുന്നത്? ഈ ജനത്തിന് വിദേശി ആധിപത്യത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നത് എന്നാണ്? എൻ്റെ കർത്താവെ രക്ഷിക്കണമേ, ജനത്തെ രക്ഷിക്കണമേ. ഞങ്ങളിന്ന് അടിമത്തത്തിലാണ്. ഞങ്ങൾ ദൈവജനം, ദൈവമക്കൾ ഇന്ന് ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസറിൻ്റെ അടിമത്തത്തിലാണ്. ഈ അടിമത്തത്തിൽ ഞങ്ങൾക്ക് മോചനം വേണമല്ലോ. എന്നാണ് മോചനം കിട്ടുക? യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ദൈവിക അരുളപ്പാടിൽ ദൈവജനത്തിൻ്റെ മോചനം ഉണ്ട് എന്ന ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. അതെന്നാണ് ദൈവമേ കിട്ടുന്നത്? ദാനിയേൽ പ്രവാചകൻ ഇരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ദൈവം ദാനിയേൽ പ്രവാചകന് ദൈവികമായ ദൂത്, ദൈവികമായ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം നൽകി. ദൈവം തൻ്റെ ദൂതനെ അയച്ചു, മാലാഖയെ അയച്ചു, ഗബ്രിയേൽ ദൂതനെ അയച്ചു. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സന്ദേശവുമായി ദാനിയേൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദാസനുള്ള ദൈവിക സന്ദേശവുമായി, വാഗ്ദത്തത്തിൻ്റെ സന്ദേശവുമായി വരുന്ന ദൈവത്തിൻ്റെ മാലാഖയെ തടുത്തുകൊണ്ട് ആയാറിൽ, ഈ അന്തരീക്ഷത്തിൽ ദുരാത്മസേനകളിൽ നിന്ന് യുദ്ധം ചെയ്തു. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം 12-ാം വാക്യം മുതൽ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നീ എൻ്റെ അടുക്കൽ നിന്നെ തന്നെ താഴ്ത്തുകയും നീയെ വിനയപ്പെടുകയും ചെയ്ത അന്ന് ആദ്യത്തെ ദിവസം തന്നെ നീ ഉപവാസം നിയമിച്ചതായി, ഉപവാസം നിശ്ചയിച്ചതായി ആദ്യ ദിവസം തന്നെ നിന്റെ വാഞ്ച ഞാൻ അറിഞ്ഞു, നിന്റെ വാക്ക് ഞാൻ കേട്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഇതാ ഞാൻ വന്നിരിക്കുന്നതിനുള്ള അരുളപ്പാടുമായി ഞാൻ ഇതാ വന്നിരിക്കുന്നു. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. അന്ന് രാജ്യം വാഴുന്നത് നെബൂഖദ്നേസറിൻ്റെ കാലശേഷം ഉണ്ടായ പേർഷ്യൻ സാമ്രാജ്യമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ അന്ന് ഡേറിയസ് ചക്രവർത്തി, ദാര്യാവേശ് രാജാവ് അന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർസി രാജ്യത്തിന്, പേർഷ്യൻ രാജ്യത്തിന്, അന്നത്തെ ഡേറിയസ് ചക്രവർത്തിയുടെ പേർഷ്യൻ സാമ്രാജ്യത്തിന് മുഴുവനും ആധിപത്യമായി പിശാച് ഒരു സൈന്യ തലവനെയാക്കിയിട്ടുണ്ട്. ദുരാത്മസേനകളുടെ അധിപതിയാക്കിയിട്ടുണ്ട്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. ദൈവത്തിൻ്റെ മാലാഖ ദാനിയേൽ പ്രവാചകൻ്റെ അരികിലേക്ക് പോകുന്നതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് 21 ദിവസം പാർസി രാജ്യത്തിൻ്റെ പ്രഭുവായ ആ ദുരാത്മസേനകളുടെ തലവൻ, പടത്തലവൻ ദാനിയേലിൻ്റെ അടുക്കലേക്കുള്ള ദൂതുമായി വരുന്ന ദൈവത്തിൻ്റെ മാലാഖയെ തടുത്തു നിന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഈ വലിയ യുദ്ധം അയാറിൽ നടക്കുകയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ജനത്തെയും നശിപ്പിക്കുവാനും കെണിവയ്ക്കുവാനും പൈശാചിക സൈന്യം നിൽക്കുന്നു. ആ ദുരാത്മസേനകളുടെ തലവൻ തടുത്തു നിൽക്കുന്നു. അവനെ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേലിന് ജയിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര ശക്തമായ എതിർപ്പാണുണ്ടായത്. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ ഗബ്രിയേൽ ദൂതനെ സഹായിപ്പാൻ വന്നു. അതിന് അടുത്ത വാക്യം അതാണ്, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരൊരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച്. അപ്പോഴേക്കും
മീഖായേൽ വന്നപ്പോഴേക്കും പാർസി പ്രഭുവിൻ്റെ കൂടെ പാർസി രാജാക്കന്മാരുണ്ടായി. എന്ന് പറഞ്ഞാൽ എല്ലാം പൈശാചിക സേനയാണ്. പാർസി രാജാക്കന്മാർ, ടെറിട്ടോറിയൽ സൈന്യത്തിൻ്റെ കമാൻഡേഴ്സ് അനേകരെ കൂടി പല സ്ഥലത്തു നിന്നും ദുരാത്മാക്കളെല്ലാം കൂടി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദൈവദാസനായ ദാനിയേൽ ഉപവാസം എടുത്തപ്പോൾ ദാനിയേലിന് കിട്ടേണ്ടതായ ദൈവീക വാഗ്ദത്തം തടയുന്നതിന് ദുരാത്മസേനകളുടെ തലവന്മാർ ഒത്തൊരുമിച്ച് കൂടി പാർസി രാജാക്കന്മാർ വന്നുകൂടി. അവരെ അവിടെ യുദ്ധം ചെയ്യാൻ മീഖായേലിനെ ആക്കിയിട്ട്, ഞാനിപ്പോൾ നിൻ്റെ അടുക്കിലേക്ക് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു, നിനക്കുള്ള ദൂതുമായി വന്നിരിക്കുന്നു. ദാനിയേലേ, നിനക്കുള്ള ദൈവിക ദൂതുമായി ഞാനിതാ വന്നിരിക്കുകയാണ്. ഇത്രയും 21 ദിവസം യുദ്ധം ചെയ്തുകൊണ്ട് നിന്നു. ഇപ്പോൾ നിനക്ക് അർജൻറ്റായിട്ട് ഈ ദൂത് തരുവാൻ, നിനക്ക് വാഗ്ദത്തം തരുവാൻ, നീ ഉപവാസം എടുത്തുകൊണ്ട് നിനക്ക് ഉള്ള വാഗ്ദത്തം തരുവാനായി ഞാനിപ്പോൾ ബന്ധപ്പെടുന്നതിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. അവനെ ഞാൻ പ്രധാന പ്രഭുവായ മീഖായേൽ എന്നെ സഹായിപ്പാമെന്നു അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടെ അവിടെ വിട്ടേച്ച് പോന്നു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. നിന്റെ ജനത്തിന്, ദൈവജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ നിനക്ക് പ്രവചനപരമായി അറിയിച്ചു തരേണ്ടതിന് ഞാനിതാ വന്നിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ ദുരാത്മസേനകൾ പതിയിരിക്കുന്നു. ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനകൾ, ഈ അന്തരീക്ഷത്തിൽ ദുഷ്ടസൈന്യം പതിയിരിക്കുന്നു. ദുരാത്മസേനകൾ മനുഷ്യനെ വീഴിക്കാൻ പതിയിരിക്കുന്നു. നമ്മിൽ പലരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്കറിയാം, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നാം ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് ചില കെണികളിൽ നമ്മെ കൊടുക്കുന്നു. നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ചില വാക്കുകളിൽ അപ്രതീക്ഷിതമായി ചില തെറ്റുകൾ സംഭവിച്ചു പോകുന്നു, ചില അവിവേകങ്ങൾ സംഭവിച്ചു പോകുന്നു, ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നു. അത് ചിലപ്പോൾ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നു, ചിലപ്പോൾ അത് അനേകർക്ക് ഉദരമായി തീരുന്നു. തന്മൂലം നമ്മുടെ ആത്മീയമോ നശിക്കുന്നു, നമ്മുടെ ഭൗതികത്വം നശിക്കുന്നു, നമ്മുടെ ആത്മീയ ജീവിതത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നു, നമ്മുടെ ആത്മാവിന് പരിക്ക് പറ്റുന്നു, ആത്മാവിന് പക്ഷേ മരണം പോലും സംഭവിക്കുന്നു. നാം ഇതൊന്നും അറിയാറില്ല. ആത്മാവ് പിശാചിൻ്റെ വെട്ടേറ്റ് പിടയുന്നു. അനേകരെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാതെ, ശ്രദ്ധയില്ലാതെ, കരുതലില്ലാതെ, സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് ഒരു പൈശാചിക സൈന്യമുണ്ട് എന്നും, എന്നെ വീഴിക്കാൻ എപ്പോഴും ദുരാത്മാക്കൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നും, ദുരാത്മാക്കൾക്ക് ലജ്ജയില്ല എന്നും, അവൻ എത്ര വട്ടം തോറ്റാലും അവൻ നിരാശനാകാതെ ലജ്ജിക്കാതെ പിന്നെയും പിന്നെയും തോൽപ്പിക്കാൻ വരുന്നുവെന്നും മനുഷ്യനറിയാതെ പോകുന്നതുകൊണ്ട് അനേകർ തെറ്റിലേക്ക് വീഴുന്നു, അനേകർ പിശാചിന് ഇടം കൊടുക്കുന്നു, തന്മൂലം അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യുദ്ധം ചെയ്യേണ്ടതാണ്, പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടതാണ്, ദുരാത്മാക്കളോട് യുദ്ധം ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ദുരാത്മാക്കൾ നമ്മുടെ ചിന്തയിൽ കൂടിയായിരിക്കും കടന്നു വരുന്നത്. നമ്മുടെ ചിന്തയിൽ പാപം വരുത്തിയിരിക്കും, അങ്ങനെ നമ്മെ കെണിയിൽ വീഴിക്കും. ചിലപ്പോൾ നമ്മുടെ വാക്കിൽ പാപം വരും, നമ്മെ കെണിയിൽ വീഴിക്കും. കുടുംബത്തിൽ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്ന് അത് ഊതി പെരുപ്പിച്ച് കൂടുതൽ അനർത്ഥങ്ങളിലേക്ക് നയിക്കുകയും കുടുംബാന്തരീക്ഷം കലങ്ങുകയും തന്മൂലം സ്ഥായിയായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ്. പരസ്പര ബന്ധങ്ങൾ അറ്റുപോകുന്നു, ശിഥിലമായി പോകുന്നു. സ്നേഹബന്ധങ്ങളെല്ലാം ശിഥിലമായി പോകുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കുന്നു. ഭാര്യയും ഭർത്താവും പിണങ്ങുന്നു. എന്തിന്? ചിലപ്പോൾ അത് വിവാഹമോചനം വരെയും എത്തിപ്പോകുന്നു. ചിലപ്പോൾ ആത്മഹത്യയിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ കൊലപാതകത്തിലേക്കോ പോലും നീങ്ങിപ്പോകുന്നതിന് കാരണമായി തീരുന്നു. നിസ്സാരമായ കാര്യം. ഏതാണ് ഒരു പത്രത്തിൽ ഒരു ഭാഗത്ത് ഞാൻ വായിച്ചു, വളരെ നിസ്സാരമായൊരു പൈസയുടെ കാര്യത്തിന് 4-5 രൂപയുടെ കാര്യമാണ്. അതിനുവേണ്ടി സംസാരിച്ചു, വാക്ക് തർക്കമായി, അവസാനം കൊലപാതകത്തിൽ കലാശിച്ചു. മനുഷ്യനെ എവിടെ നശിപ്പിക്കാമെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ കെണിവെച്ച് പിശാച് കാത്തു നിൽക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടെ വേണം നാം ഓരോ സ്റ്റെപ്പും വയ്ക്കുവാൻ. വളരെ സൂക്ഷ്മതയോടെ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചും ചാരിയും നാം മുന്നോട്ട് പോയാൽ നമുക്ക് ജയിക്കാം. ക്രിസ്തുവിനെ നമ്മുടെ മുൻനിർത്തി നാം മുന്നോട്ട് പോയാൽ നമുക്ക് ജയിക്കാം. ഇല്ലെങ്കിലോ നാം പരാജയപ്പെട്ടു പോകും. സ്വന്തം ശക്തി കൊണ്ട് ആർക്കും ജയിക്കാൻ സാധിക്കുകയില്ല. പിശാചിനെ ജയിക്കാൻ ജഡശക്തി കൊണ്ട് സാധിക്കുകയില്ല, ശരീരശക്തി കൊണ്ട് സാധിക്കുകയില്ല, ബുദ്ധിശക്തി കൊണ്ട് സാധിക്കുകയില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കൊണ്ട് സാധിക്കുകയില്ല, നമ്മുടെ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ പിശാചിനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ കൃപ നമുക്ക് ആവശ്യമായിരിക്കുന്നു.
പിശാചെ കെണി വെച്ച് കാത്തു നിൽക്കുന്നു. ദുരാത്മാക്കൾ കെണി വെച്ച് കാത്തു നിൽക്കുന്നു. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഞാൻ വഴുതി പോന്നിരിക്കുന്നതാണ് ദാവീദ് പറയുന്നത്. വേട്ടക്കാരൻ കണി വെച്ചു, പക്ഷേ ഞാനതിൽ നിന്ന് വഴുതി പോന്നു എന്ന് ദാവീദ് പറയുന്നു. തക്ക സമയത്ത് ദൈവം എന്നെ രക്ഷിച്ചു, ഇല്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു ദാവീദ് പറയുന്നു. വേട്ടക്കാരൻ്റെ കണിയിൽ പെട്ടുപോയി, പക്ഷേ പക്ഷി എന്ന പോലെ, കണിയിൽ നിന്ന് രക്ഷപ്പെട്ട പക്ഷി എന്ന പോലെ ഞാൻ വഴുതി പോന്നു. ദാവീദ് അതുകൊണ്ട് 91 സങ്കീർത്തനം പറഞ്ഞു, അവൻ എന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുമെന്ന്. വേട്ടക്കാരൻ കണിവെച്ച് നിന്നെ കെണിയിലാക്കി, എന്നാൽ നിന്നെ അവൻ വിടുവിക്കും, ക്രിസ്തു വിടുവിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 119 സങ്കീർത്തനം എടുക്കാം. 119 സങ്കീർത്തനം 110 വാക്യം വായിക്കാം. 119 110. ദുഷ്ടന്മാർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു, എനിക്ക് കണിവെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവെച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ നിന്റെ പ്രമാണം ഉപേക്ഷിക്കുന്നില്ല. നിന്റെ പ്രമാണം ഞാൻ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രമാണം ഉപേക്ഷിക്കാതിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. വചനമെന്ന വാളുകൊണ്ട് വേണം ശത്രുവിനെ വെട്ടാൻ, ശത്രുവായ പൈശാചിനെ വെട്ടാൻ. നമുക്ക് ശത്രുവിൻ്റെ ആക്രമണം വരുമ്പോൾ നമുക്ക് തടുക്കാൻ അനേകം ആയുധങ്ങളുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറി വെട്ടാൻ ഒരായുധമേ ഉള്ളൂ. അങ്ങോട്ട് കയറി വെട്ടാനുള്ള ആയുധം അത് വചനമെന്ന വാളാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന വാള്. വചനമെന്ന വാള് കയ്യിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, വചനത്തിലുള്ളതായ വിശ്വാസവും ആശ്രയവും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ശത്രുവായി പൈശാചികനെ ജയിക്കാം. വേട്ടക്കാരന് കണിയിൽ നോക്കുമ്പോൾ രക്ഷപ്പെടാം. വചനമെന്ന വാള്. തീമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. തീമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ നല്ല സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. 1 വചനം, 2 നല്ല സാക്ഷ്യം. അതുകൊണ്ട് മാത്രമേ കെണിയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വചനം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന ഈ വചനം ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വയ്ക്കണം. വചനം നമുക്ക് വെളിച്ചമായിരിക്കും. വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കും. വചനം നമ്മെ വഴി നടത്തും. വചനമെന്ന വാള്. വചനം നമ്മുടെ നാവിലുണ്ടായിരിക്കണം. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. വചനം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. വചനാനുസൃതമല്ലാത്ത ഒന്നിനും നമ്മെ കിട്ടരുത്. വചനാനുസൃതമല്ലാത്ത, വചനത്തിന് ചേരാത്ത ഒരൊറ്റ കാര്യം, നിസ്സാര കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ വരരുത് എന്നുള്ള നിർബന്ധം നമുക്കുണ്ടായിരിക്കണം. വചനമെന്ന വാള്. ഈ വചനം വേണം. തന്നെയല്ല, സാക്ഷ്യം വേണം. വചനം കൊണ്ടും സാക്ഷ്യം കൊണ്ടും നമുക്ക് ജയം നേടാം. വചനം കൊണ്ട് ജയം നേടാം. സാക്ഷ്യ ജീവിതം വേണം. ജീവിതത്തിൽ സാക്ഷ്യം വേണം. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യൻ ജയം നേടുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കൃപയുടെ വചനം കൊണ്ടും ജീവിതത്തിലുള്ളതായ സാക്ഷ്യം കൊണ്ടും ജയം നേടാമെന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. എങ്ങനെയാണ് തള്ളിയിട്ട് കളഞ്ഞത്? അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഹേതുവായിട്ട് പിശാചിനെ ജയിച്ചു. തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. സാക്ഷ്യവചനം. ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയമുണ്ട്. യേശുക്രിസ്തുവിന് തിരുരക്തം തരുന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യമുണ്ട്. അതുകൊണ്ട് മാത്രമേ പിശാചിനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രസംഗം കൊണ്ട് പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കഴിവ് കൊണ്ട് പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ മാത്രം പിശാചിനെ ജയിക്കാം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുള്ളതായ ശരണം കൊണ്ട് മാത്രം ശത്രുവായി പൈശാചിനെ ജയിക്കാം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യം, ജയത്തിൻ്റെ സാക്ഷ്യം, വിശുദ്ധ ജീവിതത്തിൻ്റെ സാക്ഷ്യം, ഏത് സാഹചര്യത്തിലും വിശുദ്ധിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു എന്നുള്ള അനുഭവത്തിൻ്റെ സാക്ഷ്യം. സാക്ഷ്യം നിമിത്തം നമുക്ക് ജയിക്കാം. സ്നേഹിതരെ, നമുക്ക് പൈശാചിനെ ജയിക്കണം. പൈശാചിനെ ജയിച്ച് പിശാചൊരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നാം ഇടം കൊടുത്ത് നാം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കണം. ഈ ലോക ജീവിതം താൽക്കാലികമല്ലേ? ഈ ലോക ജീവിതം കഴിഞ്ഞൊരു ദിവസം അക്കരയ്ക്ക് നാം ചെല്ലുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ
പൈശാചികൻ്റെ സകല സ്വാധീനവും വിട്ടവരായി നാം ചെന്ന് യേശുവിൻ്റെ തൃപ്പാദം നാം മൊത്തണം. അവൻ്റെ പാദപീഠത്തിൽ നമുക്ക് ചെന്ന് അണയണം. സ്നേഹിതരെ, ആ ഭാഗ്യം നമുക്ക് ലഭിക്കേണ്ടതിന് ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കൂ. കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ, തിരുരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ. തിരുരക്തത്താൽ എനിക്ക് സാക്ഷ്യ വചനം തരണമേ. തിരുരക്തത്താൽ എനിക്ക് സാക്ഷ്യ ജീവിതം തരണമേ. തിരുരക്തത്താൽ എനിക്ക് ജയം തരണമേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ തിരുരക്തത്തിൻ്റെ ശക്തിക്കായും സാക്ഷ്യവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. തിരുരക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ പൈശാചിക കണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ളതായി കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.